ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നമുക്ക് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അധിക ഏട്ടന്മാർക്കും പെണ്ണ് തപ്പി മടുത്ത് മതി, ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. പിന്നെ അപ്പോ നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണിത്. ഒരാള് ഇപ്പൊ അവര് കോളേജിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെ പിന്നെ പഠിക്കുന്ന സമയത്തൊന്നും പ്രേമിക്കുകയൊന്നും ചെയ്യാത്തോണ്ടാണ് അവർക്ക് ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അവർ ആ പ്രായത്തിൽ നല്ല നടപ്പ് നടന്നിട്ട് പഠിച്ച് ജോലിയൊക്കെ ആക്കി പിന്നെ പെണ്ണ് നോക്കുമ്പോ പെണ്ണ് കിട്ടുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും അവർക്ക്? അവരെ കുറ്റം കൊണ്ടൊന്നല്ലല്ലോ കിട്ടാത്തത്. അവർക്ക് ഇപ്പൊ ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെടണമല്ലോ. ഇപ്പൊ ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ആളെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ നമ്മള് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നമ്മൾ അയൽവാസികളാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ആൺകുട്ടികളെ ദയവ് ചെയ്ത് സ്വൈര്യക്കെടാക്കാണ്ടിരിക്കുക. അവർക്ക് സമയം അവരോട് പറയാം, മോനെ സാറില്ല പോട്ടെ, കല്യാണം കഴിച്ചില്ലെങ്കിലും മതി, കല്യാണം കഴിക്കണ്ട, ആവുമ്പാവട്ടെ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവുന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടേ. ആമ്പിള്ളേർ എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, എനിക്ക് സ്വൈര്യം ഉണ്ടാവില്ല. ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞു ഞാൻ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. എന്നിട്ട് എത്രയോ ആമ്പിള്ളേർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഇങ്ങനെ സ്വൈര്യക്കടാക്കിയിട്ട് നാട്ടുകാർ. ദയവ് ചെയ്തിട്ട് നിങ്ങളെല്ലാം ഒന്ന് മാറ്റിപ്പിടിക്ക് വണ്ടി. നല്ലത് പറഞ്ഞു കൊടുക്ക്, അവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്ക്. എന്താണ്